നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പ് ഒഴിവാക്കിയെന്ന പേരിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ബാങ്കുകളോട് ആവശ്യപ്പെടാനാകില്ല എന്ന കേന്ദ്ര നിലപാടിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ നിലപാട് സ്വീകരിക്കാനാകില്ല. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദപ്രകാരം എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് കഴിയും. വായ്പ എഴുതി തള്ളുമോ എന്നാണ് കോടതിക്ക് അറിയേണ്ടത്. ഇക്കാര്യത്തിൽ 3 ആഴ്ചക്കകം തീരുമാനമറിയിക്കാൻ ജസ്റ്റിസ് A.K. ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് PM മനോജ് എന്നിവരടങ്ങുന്ന പ്രത്യേക ബെഞ്ച് ആവശ്യപ്പെട്ടു. വായ്പ എഴുതി തള്ളുന്നതിൽ കേന്ദ്രത്തിനോടും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോടും ഏപ്രിൽ 10-ന് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. ഇതിന് വ്യവസ്ഥയില്ലെന്ന് NDMK സത്യവാങ്മൂലം നൽകി. ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരമാണ് വായ്പ എഴുതി തള്ളിയിരിക്കുന്നത്. 2025-ലെ നിയമ ഭേദഗതിയിൽ ഈ വകുപ്പ് ഒഴിവാക്കിയെന്നും NDMA ബോധിപ്പിച്ചു. ഓരോ ദുരന്തത്തിലും വായ്പ എഴുതി തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാനാകില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഇതിനെയാണ് കോടതി വിമർശിച്ചത്. കേന്ദ്ര സർക്കാരിന് വലിയ അധികാരമുള്ള ഫെഡറൽ സ്വഭാവമുള്ള രാജ്യത്തെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കരുത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ ഭാഗമല്ലാതെ തന്നെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. അത് ഞങ്ങൾ പ്രയോഗിക്കാത്തതാണെന്ന് പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. നിയമപ്രകാരം തങ്ങൾക്ക് ഇതിന് ശേഷിയില്ലെന്ന ഒഴുകഴിവ് പറഞ്ഞ് ഓടിക്കളയാനാകില്ല. ഇല്ലെങ്കിൽ സർക്കാർ അശക്തരാണെന്ന് പറയേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പ്രത്യേക അധികാരമുണ്ടെങ്കിലും ഇത് നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചു. അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശമുണ്ടാകണം. സർക്കാരിനായി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം തേടിയതിനെ തുടർന്ന് വിഷയം വീണ്ടും ജൂലൈ 4-ന് പരിഗണിക്കാൻ മാറ്റി.